നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ വാർത്താ പ്രഭാതത്തിലേക്ക് കടക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ വോട്ട് കൊള്ള ആരോപണത്തിൽ രാജ്യതലസ്ഥാനത്ത് ഇന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാകും ഉണ്ടാവുക. രാഹുൽ ഗാന്ധി അടക്കം 300ഓളം MP-മാർ ഈ ഒരു വലിയ പ്രതിഷേധം നടക്കുന്നതിൽ പങ്കെടുക്കുമെന്ന് ഇന്ത്യ സഖ്യം അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് പറന്ന എയർ ഇന്ത്യ വിമാനം ചെന്നൈയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയ സംഭവത്തിൽ ഇപ്പോഴും വാദപ്രതിവാദങ്ങൾ നടക്കുകയാണ്. വിഷയത്തിൽ ഗുരുതര സുരക്ഷാ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നാണ് വിമാനത്തിലുണ്ടായിരുന്ന കേരളത്തിൽ നിന്നുള്ള MP-മാർ പറയുന്നത്. അടിയന്തര ലാൻഡിങ്ങിനിടെ വൻ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നും ഇവർ പറയുന്നുണ്ട്. എന്നാൽ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് എയർ ഇന്ത്യ. സത്യാവസ്ഥ എന്തെന്ന് തെളിയേണ്ടതുണ്ട്. എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ആഭ്യന്തര അന്വേഷണം അടക്കം ആരംഭിച്ചിട്ടുണ്ട്. വിശദമായ വാർത്തകളിലേക്കൊക്കെ എത്താം. അതിൽ നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. തിരുവനന്തപുരം ഡൽഹി വിമാനം ചെന്നൈയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയ സംഭവത്തിൽ ഗുരുതര വീഴ്ചയെന്ന ആരോപണം. റൺവേയിൽ മറ്റൊരു വിമാനമുണ്ടായിരുന്നുവെന്ന വിമാനത്തിലുണ്ടായിരുന്ന കേരളത്തിൽ നിന്നുള്ള MP-മാർ. ആരോപണം തള്ളി എയർ ഇന്ത്യ. MP-മാരെ മറ്റൊരു വിമാനത്തിൽ ഡൽഹിയിലെത്തിച്ചു. വോട്ട് കൊള്ള ആരോപണത്തിൽ രാജ്യതലസ്ഥാനത്ത് ഇന്ന് പ്രതിഷേധം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് ഇന്ത്യ സഖ്യത്തിന്റെ മാർച്ച്. ബീഹാറിലെ പുതിയ വോട്ടർ പട്ടിക റദ്ദാക്കണമെന്നും ക്രമക്കേട് അന്വേഷിക്കണമെന്നും ആവശ്യം. 300ഓളം MP-മാർ പങ്കെടുക്കും. പുതുക്കിയ ആദായ നികുതി ബിൽ ഇന്ന് ലോക്സഭയിൽ. നികുതി സ്ലാബുകളിലും നിരക്കുകളിലും മാറ്റമില്ലെന്ന സൂചന. സെലക്ട് കമ്മിറ്റി നൽകിയ നിർദ്ദേശങ്ങളോടെ ബില്ലിന്റെ പുതുക്കിയ പതിപ്പിനായി സർക്കാർ നീക്കം. യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിൽ കാന്തപുരം ഇടപെട്ടിട്ടില്ലെന്ന തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താ മെഹദി. കള്ളം പ്രചരിപ്പിക്കരുതെന്ന് FB പോസ്റ്റ്. FA കമ്മ്യൂണിറ്റി ഷീൽഡിൽ ലിവർപൂളിനെ പരാജയപ്പെടുത്തി ക്രിസ്റ്റൽ പാലസിന് കിരീടം. ക്രിസ്റ്റലിന്റെ വിജയം പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-2. ഇന്ത്യൻ ഓപ്പൺ വേൾഡ് അത്ലറ്റിക്സ് കോണ്ടിനെന്റൽ ടൂർ മീറ്റ് ലോങ് ജമ്പിൽ കേരളത്തിന്റെ M ശ്രീശങ്കറിന് സ്വർണം. തിരുവനന്തപുരം ഡൽഹി വിമാനം ചെന്നൈയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയ സംഭവത്തിൽ ഗുരുതര വീഴ്ചയെന്നാണ് ആരോപണം. റൺവേയിൽ മറ്റൊരു വിമാനം ഉണ്ടായിരുന്നുവെന്ന് വിമാനത്തിലുണ്ടായിരുന്ന കേരളത്തിൽ നിന്നുള്ള MP-മാർ പറയുന്നു. ആരോപണം എന്നാൽ എയർ ഇന്ത്യ തള്ളിയിരിക്കുകയാണ്. MP-മാരെ മറ്റൊരു വിമാനത്തിൽ ഡൽഹിയിലെത്തിച്ചു. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. ആതിര, ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വാദപ്രതിവാദങ്ങൾ തുടരുകയാണ്. എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന വിശദീകരണം വരുമ്പോഴും എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു ചോദ്യം എപ്പോഴും ബാക്കിയായി നിൽക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീകാർത്തിക, കേരളത്തിൽ നിന്നുള്ള 5 MP-മാരടക്കം യാത്ര ചെയ്ത എയർ ഇന്ത്യ വിമാനമാണ് ഇത്തരത്തിൽ അടിയന്തരമായി ചെന്നൈയിൽ ലാൻഡ് ചെയ്യേണ്ടി വന്നത്. അതായത് കാലാവസ്ഥാ റഡാർ തകരാറിനെ തുടർന്നാണ് ചെന്നൈ രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇറക്കിയതെന്നാണ് നിഗമനം. KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ്, K രാധാകൃഷ്ണൻ, തമിഴ്നാട് തിരുനെൽവേലിയിൽ നിന്നുള്ള MP-യായ റോബർട്ട് ബ്രൂസ് എന്നിവരാണ് ഇതിൽ യാത്ര ചെയ്തിരുന്ന MP-മാർ. ഈ കാലാവസ്ഥ ഒരു തകരാറിനെ തുടർന്ന് അടിയന്തരമായി ഈ വിമാനം ചെന്നൈയിൽ ഇറക്കുകയായിരുന്നു. അതായത് കൊടിക്കുന്നിൽ സുരേഷ് MP-യുടെ FB പോസ്റ്റ് പ്രകാരം പറയുകയാണെങ്കിൽ, ഇത്തരത്തിൽ ഈ വിമാനം റൺവേയിൽ ഇറക്കാൻ തുടങ്ങുന്ന സമയത്ത് റൺവേയിൽ മറ്റൊരു വിമാനം ഉണ്ടായിരുന്നതുകൊണ്ട് അരമണിക്കൂറോളം ആകാശത്ത് പറന്നതിന് ശേഷമാണ് പിന്നീട് റൺവേയിലേക്ക് വിമാനം ഇറക്കിയതെന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് തന്റെ FB പോസ്റ്റിലൂടെ പറയുന്നത്. പക്ഷേ ഈ വാദങ്ങളൊക്കെ തന്നെ എയർ ഇന്ത്യ തള്ളിയിട്ടുണ്ട്. ഇത്തരത്തിൽ റൺവേയിൽ മറ്റൊരു വിമാനം ഉണ്ടായിരുന്നു എന്നത് ശരിയല്ല. അത്തരത്തിലൊരു വിമാനം ഉണ്ടായിരുന്നില്ല എന്നാണ് എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. റൺവേയിൽ സംഭവിച്ചത് ഗോ അറൌണ്ട് ആണെന്നാണ് ഈ എയർ ഇന്ത്യ പ്രധാനമായും പറയുന്നത്. ഏത് സാഹചര്യത്തെയും നേരിടാൻ പൈലറ്റുമാർ തയ്യാറായിരുന്നുവെന്നും പറയുന്നുണ്ട്. മൊത്തം ഈ 5 MP-മാർ ഉൾപ്പെടെ 160 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ എയർ ഇന്ത്യ വിമാനവുമായി ബന്ധപ്പെട്ട ഈ ഒരു പ്രശ്നത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും വിവാദങ്ങളൊക്കെ തന്നെ കത്തുകയാണ്. ഈ എയർ ഇന്ത്യ വിമാനത്തിൽ സംഭവിച്ച ഈ ഒരു തകരാറിന് അടിയന്തരമായ അന്വേഷണം വേണമെന്ന് KC വേണുഗോപാൽ MP അടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും നിലവിൽ എല്ലാ യാത്രക്കാരും സുരക്ഷിതരായി ഡൽഹിയിൽ എത്തിച്ചേർന്നുവെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP തന്നെ തന്റെ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചിട്ടുണ്ട്.
ശരി, ആതിരയാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും വിഷയവുമായി ബന്ധപ്പെട്ട് വിശദമായി തന്നെ അന്വേഷണം നടത്തി കാര്യം കണ്ടെത്തേണ്ടതുണ്ട്. എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ആഭ്യന്തര അന്വേഷണം ഏതായാലും തുടങ്ങിയിട്ടുണ്ട്. UDF MPമാരുടെ ആരോപണങ്ങളും അങ്ങനെ നിൽക്കുകയാണ്. ഇനി വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആതിരയാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. വോട്ടുകൊള്ള ആരോപണത്തിൽ രാജ്യതലസ്ഥാനത്ത് ഇന്ന് പ്രതിപക്ഷ പ്രതിഷേധമുണ്ടാവും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് ഇന്ത്യ സഖ്യത്തിന്റെ മാർച്ച്. ബീഹാറിലെ SIR റദ്ദാക്കണമെന്നും വോട്ടർ പട്ടിക ക്രമക്കേട് അന്വേഷിക്കണമെന്നുമാണ് ആവശ്യം. രാവിലെ 11:30 രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ കക്ഷികളുടെ 300ഓളം നേതാക്കളാണ് പ്രകടനം നടത്തുക. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയിട്ടുണ്ട്. പുതുക്കിയ ആദായ നികുതി ബില്ലിന്ന് ലോക്സഭയിൽ വരുന്നുണ്ട്. നികുതി സ്ലാബുകളിലും നിരക്കുകളിലും മാറ്റമില്ലെന്നാണ് ലഭിക്കുന്ന സൂചന. ഫെബ്രുവരി 13 ലോക്സഭയിൽ അവതരിപ്പിച്ച ആദായ നികുതി ബില്ലിൽ സെലക്ട് കമ്മിറ്റി നിരവധി മാറ്റങ്ങൾ നിർദ്ദേശിച്ചിരുന്നു. സെലക്ട് കമ്മിറ്റി നൽകിയ നിർദ്ദേശങ്ങൾ കണക്കിലെടുത്ത് ബില്ലിന്റെ പുതുക്കിയ പതിപ്പ് കൊണ്ടുവരാനാണ് സർക്കാർ ഇപ്പോൾ പദ്ധതിയിടുന്നത്. പരിഷ്കരിച്ച ആദായ നികുതി ബില്ലിൽ കമ്മിറ്റിയുടെ മിക്ക ശുപാർശകളും ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തിയെന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ വാദം തള്ളി കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ രംഗത്തെത്തിയിട്ടുണ്ട്. കാന്തപുരവുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നും കള്ളം പ്രചരിപ്പിക്കരുതെന്നും ഫേസ്ബുക്കിലിട്ട പോസ്റ്റിൽ അദ്ദേഹം പറയുന്നു. ജൂലൈ 16 നടക്കേണ്ടിയിരുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചതിന്റെ ക്രെഡിറ്റ് ചൊല്ലിയുള്ള തർക്കം നിലനിൽക്കെയാണ് തലാലിന്റെ സഹോദരന്റെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. വിശദാംശങ്ങളുമായി വർഷ ഗിരീഷ് ചേരുന്നുണ്ട്. വർഷ, ഇപ്പോൾ ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല എങ്കിലും ഈ മോചനത്തിനായി ഇടപെട്ടു എന്നുള്ള ഈ മുസ്ലിയാരുടെ ഒരു വാദം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴാണ് തലാലിന്റെ സഹോദരൻ ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് ഏത് രീതിയിലാകും ചർച്ചയാവുക? അതേ ശ്രീകാർത്തിക, ഈ തലാലിൻ്റെ കുടുംബം സൂഫി പണ്ഡിതന്മാരുടെ ഇടപെടലിനെ തുടർന്ന് വഴങ്ങിയെന്നായിരുന്നു കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസിൽ നിന്നും അറിയിച്ചത്. എന്നാൽ ഇക്കാര്യം വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുമില്ല. ഇതുവരെ ഈ കാര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇതിനിടെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്രെഡിറ്റിന് വേണ്ടിയുള്ള തർക്കങ്ങൾ പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസം പാലക്കാട് നടന്ന SSF സാഹിത്യോത്സവത്തിലും ഇക്കാര്യം AP അബൂബക്കർ മുസ്ലിയാർ സൂചിപ്പിച്ചിരുന്നു. ഒരിക്കലും ഇതിൻ്റെ ക്രെഡിറ്റ് വേണ്ട, താൻ ചെയ്യേണ്ട കടമ നിർവഹിച്ചു എന്നാണ് AP അബൂബക്കർ മുസ്ലിയാർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. അതിനിടെയാണ് ഇപ്പോൾ ഈ തലാലിൻ്റെ സഹോദരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ യാതൊരു ഇടപെടലും ഉണ്ടായിട്ടില്ലെന്നും കള്ളം പ്രചരിപ്പിക്കരുത് എന്നുമാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ ഈ അതായത് ഈ വധശിക്ഷയിൽ നിന്നും തങ്ങൾ പിന്നോട്ടില്ലെന്നും കുടുംബം വ്യക്തമായി തന്നെ അറിയിക്കുന്നുണ്ട്. അന്ന് മുതൽ തന്നെ AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസിൽ നിന്നും ഈ വധശിക്ഷ റദ്ദാക്കിയെന്നുള്ള വാർത്ത വന്നത് മുതൽ തന്നെ തലാലിൻ്റെ കുടുംബം എന്നാൽ ഈ പൂർണ്ണമായി മരവിപ്പിച്ചിട്ടില്ല എന്ന വാർത്തയും ഈ ഒരു നിലപാടുമായി രംഗത്ത് വന്നിരുന്നു. അതേ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും സഹോദരൻ മുന്നോട്ട് പോകുന്നത്. അതിനിടെ ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട ഈ തർക്കങ്ങൾ ഇവിടെ നടക്കുകയാണ്. കേന്ദ്ര സർക്കാരാണെന്നും അതേപോലെ AP അബൂബക്കർ മുസ്ലിയാരാണെന്നുമുള്ള രണ്ട് തർക്കങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെയാണ് ഇപ്പോൾ കാന്തപുരത്തിൻ്റെ യാതൊരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റുമായി തലാലിൻ്റെ സഹോദരൻ രംഗത്ത് വന്നത്. കഴിഞ്ഞ ജൂലൈ 16 നിമിഷപ്രിയയുടെ വധശിക്ഷ നടക്കേണ്ടിയിരുന്നത്. എന്നാൽ ആ സമയത്താണ് തങ്ങൾ ഇടപെട്ടത് എന്നാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറയുന്നത്. ദിയാദനം ഉൾപ്പെടെ നൽകി പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും നിലവിൽ ഇപ്പോഴും കാന്തപുരം പറയുന്നുണ്ട്. എന്താണ് ഈ കാര്യത്തിലുള്ള നിജസ്ഥിതി എന്നുള്ള കാര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല. ശരി, കോഴിക്കോട് നിന്നും വർഷയാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ കൂടി നോക്കാം. ഫേസ്ബുക്കിലൂടെ അധിക്ഷേപം നടത്തിയെന്ന മുൻ മന്ത്രി G സുധാകരന്റെ പരാതിയിൽ CPM പ്രവർത്തകനെതിരെ കേസ്. അമ്പലപ്പുഴ കിഴക്ക് ലോക്കൽ കമ്മിറ്റി അംഗം മിഥുൻ എന്നയാൾക്കെതിരെയാണ് കേസ്. രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ നടത്തിയ വാക്കത്തോണിന് G സുധാകരൻ FBയിലൂടെ അഭിനന്ദനം അറിയിച്ചിരുന്നു. ഇതിനെതിരെയാണ് കമന്റിൽ മിഥുൻ അസഭ്യം പറഞ്ഞത്. രേഖാമൂലം G സുധാകരൻ നൽകിയ പരാതിയിൽ മൊഴിയെടുത്ത ശേഷമാണ് കേസെടുത്തത്. വടക്കൻ ഗാസയിൽ തങ്ങളുടെ 4 ജീവനക്കാരെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതായി അൽ ജസീറ. കറസ്പോണ്ടന്റായ അനസ് അൽ ഷെരീഫ്, മുഹമ്മദ് ഖ്രീഖ്, ക്യാമറാമാൻമാരായ ഇബ്രാഹിം സഹേർ, മുഹമ്മദ് നൌഫൽ, മോമൻ അലിവ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ട അൽ ഷെരീഫിനെ പത്രപ്രവർത്തകനായി വേഷം മാറിയ ഹമാസ് ഭീകരൻ എന്നാണ് ഇസ്രായേൽ വിശേഷിപ്പിച്ചത്. ഗാസയിൽ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം 230-ലധികം മാധ്യമ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ അടിയന്തര യോഗം ചേർന്നു.
തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് സമീപം അമിത വേഗതയിൽ എത്തിയ കാർ നടപ്പാതയിലേക്ക് ഇടിച്ചു കയറിയ സംഭവത്തിൽ പരിക്കേറ്റ 4 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആതിര, ഇന്നലെ ഉച്ചയോടുകൂടിയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. ഇപ്പോൾ ഗുരുതരമായി വെന്റിലേറ്ററിൽ 2 പേരുണ്ട്, മറ്റ് 4 പേർ അല്ലാതെ ചികിത്സയിലുമുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നു. ഇവരുടെയൊക്കെ ആരോഗ്യനില ഏത് സ്ഥിതിയിൽ തുടരുന്നു? ഒപ്പം തന്നെ ഈ വണ്ടി ഓടിച്ചിരുന്ന വിഷ്ണു ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? കാർത്തിക, ഇന്നലെ ഏകദേശം ഉച്ചയോടുകൂടിയാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് സമീപം നടപ്പാതയിലേക്ക് അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ചു കയറുന്നത്. ഈ അപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റിരുന്നു. അതിൽ 4 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഈ 4 പേര് നിലവിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ ഭാഗത്താണ്, ഈ നടപ്പാതയിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. അവിടെ നിന്നുള്ള കമ്പിയൊക്കെ തന്നെ ഇന്നലെ ആ ഒരു അപകടത്തിൽ പൊളിഞ്ഞു വന്നിരുന്നു. അത്രയധികം ഭീകരമായിട്ടുള്ള ഒരു അപകടമായിരുന്നു ഇവിടെ സംഭവിച്ചത്. ഇന്നലെ തന്നെ ഈ 4 പേര് അതീവ ഗുരുതരമായി വെന്റിലേറ്ററിൽ തുടരുന്ന 4 പേരിൽ ഒരാൾക്ക് അടിയന്തരമായി ഒരു ശസ്ത്രക്രിയയും നടത്തിയിരുന്നു. ഏതായാലും നിലവിലും ഈ 4 പേർ വെന്റിലേറ്ററിൽ തുടരുകയാണ്. അത്രയധികം വലിയൊരു അപകടമാണ് ഇന്നലെ സംഭവിച്ചത്. ഇതിൽ ഒരാൾക്ക് സാരമായിട്ടുള്ള പരിക്കില്ല. പക്ഷെ ഈ കാറ് 2 പേരാണ് ഓടിച്ചിരുന്നത്. ഇതിൽ 2 പേർക്കും ലൈസൻസ് ഉണ്ട്. 2019 ഇവർ ലൈസൻസ് എടുത്തതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് വീണ്ടും ഇത്തരത്തിൽ ഒരു ഡ്രൈവിംഗ് പഠിക്കുകയായിരുന്നു എന്നാണ് അവർ നൽകിയിരുന്ന ഒരു വിശദീകരണം. പക്ഷേ എന്തുകൊണ്ട് 2019 ലൈസൻസ് ഉണ്ടായിരുന്നിട്ടും വീണ്ടും ഇവർ ഡ്രൈവിംഗ് പഠിക്കേണ്ടതിന്റെ ആവശ്യകത എന്തായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള ഒക്കെ തന്നെ ചോദ്യം ചെയ്യലിൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. വട്ടിയൂർക്കാവ് സ്വദേശിയായ വിഷ്ണുവാണ് ഇത്തരത്തിൽ വാഹനം ഓടിച്ചിരുന്നത്. ഏതായാലും ഇവർക്കെതിരെ നിലവിൽ കേസെടുത്തിട്ടുണ്ട്. മാത്രവുമല്ല ഈ ഒരു അപകടത്തിൽ അന്വേഷണത്തിനും നിലവിൽ ഉത്തരവിട്ടിട്ടുണ്ട്. ഏതായാലും ഈ അപകടത്തിൽപ്പെട്ട 4 പേരുടെ നില ഇപ്പോഴും അതീവ ഗുരുതരമായി തുടരുകയാണ്. ശരി, ആതിരയാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ കൂടി നോക്കാം. വനം വകുപ്പിനെതിരെ ഹൈക്കോടതിയിൽ നൽകിയ കേസ് നേരിട്ട് വാദിച്ചു ജയിച്ച സന്തോഷത്തിലാണ് കോതമംഗലം സ്വദേശിനി മെയ്മോൾ പി. ഡേവിഡ്. റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പ്രോഗ്രാം അനുസരിച്ച് വനംവകുപ്പിന് കൈമാറിയ ഭൂമിയുടെ നഷ്ടപരിഹാരത്തിനാണ് മെയ്മോൾ 1.5 വർഷം അഭിഭാഷകരില്ലാതെ നിയമയുദ്ധം നടത്തിയത്. ഹർജിക്കാരിയായ മെയ്മോൾക്ക് അർഹതയുള്ള 45 ലക്ഷം രൂപയിൽ ആദ്യ ഗഡുവായി നൽകിയ 22.5 ലക്ഷം കഴിഞ്ഞുള്ള തുക ഉടനടി കെട്ടിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. മികച്ച കർഷകയ്ക്കുള്ള പുരസ്കാരം നേടിയ മെയ്മോളുടെ മാതാവ് മോളി 1.5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് വിവിധ കൃഷികൾ ചെയ്താണ് ഉപജീവനം നടത്തിയിരുന്നത്. അവിടെ ആനയുൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ കൂട്ടമായെത്തി കൃഷി നശിപ്പിക്കുന്നത് പതിവായി. ഇതുകൂടാതെ കാട്ടാന വീട്ടുമുറ്റത്തെത്തി മോളിയെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഇതോടെ റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പ്രോഗ്രാം അനുസരിച്ച് കൈവശഭൂമി കൈമാറാനുള്ള സന്നദ്ധത ഇവർ അറിയിച്ചു. എന്നാൽ 2023 ഓഗസ്റ്റ് 20 നൽകിയ അപേക്ഷയിൽ നടപടിയുണ്ടായില്ല. പക്ഷെ ആന ആക്രമിച്ചു നമുക്ക് നിലനിൽപ്പ് പ്രശ്നമായി വന്നു. മണ്ണ് കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന അമ്മയുടെ ജീവൻ പോകുന്നുള്ള പ്രശ്നം വന്നു. ഓൾറെഡി അപ്പം മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മരിച്ചതിന് ശേഷം അമ്മയുടെ ക്യാൻസറും കൂടെ ആകുമ്പോൾ ഞങ്ങൾ പിന്നെ അനാഥരായി പോകില്ലേ, മണ്ണും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന പ്രോജക്റ്റിലേക്ക് ഭൂമി കൊടുക്കുന്നത്. പക്ഷെ പല കാരണങ്ങൾ പറഞ്ഞിട്ട് വനം വകുപ്പ് എൻ്റെ അപേക്ഷ സ്വീകരിച്ചിട്ടുണ്ടായില്ല. ഭൂമി ഏറ്റെടുത്ത് നഷ്ടപരിഹാരം നൽകാൻ 2024 ഡിസംബറിൽ സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിട്ടും അത് നടപ്പാക്കിയില്ല. പിന്നീട് കോടതി ലക്ഷ്യ ഹർജി നൽകിയെങ്കിലും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് വനം വകുപ്പ് തടസ്സങ്ങൾ ഉന്നയിച്ചു. ഇതോടെ മെയ്മോൾ ഹൈക്കോടതിയിൽ വീണ്ടും അപ്പീൽ നൽകി. ഞാൻ ആദ്യം പോയതൊരു വക്കീലിനെ കണ്ടു. വക്കീലിന്റെ ഫീസ് എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ നമ്മൾ കെൽസയിൽ പോയി. നമുക്ക് നിയമസഹായം തരുന്ന ഒരു സംവിധാനമാണ് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് സൊസൈറ്റി, കെൽസ. ഞാൻ കെൽസയോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവരെന്നെ ഒരു കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞു, തനിക്ക് ഇത്രയും ഞങ്ങളോട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നേരെ ഈ പറഞ്ഞ കാര്യങ്ങൾ നേരെ കോടതിയിൽ എത്തിച്ചുകൂടാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞപ്പോൾ അവർ ഒരു മാതൃക, ഒരു കേസ് ഫയലിന്റെ ഒരു മാതൃക എനിക്ക് അയച്ചു തന്നിട്ട് ഇങ്ങനെയാന്ന് പറഞ്ഞു. അതായത് കേസ് നമ്മൾ മുന്നോട്ടേക്ക് വെക്കാൻ ഒരു സിനോപ്സിസ് വേണം, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് വേണം, ഗ്രൗണ്ട്സ് വേണം, പ്രെയർ വേണം, ആൻഡ് ദെൻ എക്സിബിറ്റുകൾ വേണം. പക്ഷേ എൻ്റെ ഒരു സ്വഭാവ രീതിയാണ്, അല്ലെങ്കിൽ ഒരു സ്വഭാവത്തിന്റെ ന്യൂനത, വൈകല്യം എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. ഞാനൊരു കാര്യത്തിലേക്ക് കാലെടുത്ത് വെച്ചാൽ പിന്മാറില്ല. അപ്പൊ 22 ഡിഫക്റ്റ് വരുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, 22 ഡിഫക്റ്റ് ഒക്കെ വരുമ്പോൾ സാധാരണ ഒരു മനുഷ്യൻ പിന്മാറും എന്നാ പറയാം. പക്ഷേ ഞാൻ ആ 22 ഡിഫക്റ്റും കറക്റ്റ് ചെയ്തതിന് ശേഷം കേരള ഹൈക്കോടതിയിൽ എത്തിച്ചു. ചരിത്രത്തിലും ആർക്കിയോളജിയിലും ബിരുദാനന്തര ബിരുദവും നെറ്റും പാസ്സായിട്ടുള്ള മെയ്മോൾ ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച കരുത്തിലാണ് നിയമ പോരാട്ടത്തിനിറങ്ങിയത്. അത് വിജയിച്ചതിന്റെ സന്തോഷത്തിലാണ് ഈ കുടുംബം. അമൃത ന്യൂസ്, കൊച്ചി.
പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ നിർമ്മാതാവ് സാന്ദ്ര തോമസ് നൽകിയ ഹർജി ഇന്ന് പരിഗണിക്കും. എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയാണ് ഹർജി പരിഗണിക്കുക. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നൽകിയ പത്രിക തള്ളിയ നടപടി നിയമവിരുദ്ധമാണെന്നാണ് സാന്ദ്രയുടെ വാദം. എന്നാൽ ബൈലോ പ്രകാരം മത്സരിക്കാൻ ആവശ്യമായ സെൻസർ സർട്ടിഫിക്കറ്റുകൾ സാന്ദ്രയുടെ കൈവശമില്ലെന്നാണ് സംഘടനയുടെ വാദം. ഈ മാസം 14-നാണ് തെരഞ്ഞെടുപ്പ്. 79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ഡൽഹിയിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കാൻ അവസരം കിട്ടിയിരിക്കുകയാണ് കോഴിക്കോട് ഒളവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ശാരദിക്ക്. പഞ്ചായത്തിൽ മികച്ച ഭരണം ഉൾപ്പെടെയുള്ള ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിനുള്ള അംഗീകാരമായാണ് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ ശാരദിക്ക് ചെങ്കോട്ടയിലേക്ക് ക്ഷണം ലഭിച്ചത്. മികച്ച ഭരണം എന്ന വിഭാഗത്തിൽ സംസ്ഥാനത്ത് 1-ാം സ്ഥാനത്താണ് കോഴിക്കോട് ജില്ലയിലെ ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത്. ജില്ലയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയേറ്റ അഡ്വക്കേറ്റ് പി ശാരദിയുടെ മികവിൽ ഇതിനകം നിരവധി നേട്ടങ്ങളാണ് പഞ്ചായത്ത് കരസ്ഥമാക്കിയത്. ഇതിനുള്ള ദേശീയ അംഗീകാരമായാണ് 79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ഡൽഹിയിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കാനുള്ള ക്ഷണത്തെ ശാരദി കാണുന്നത്. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ഒരു ഗ്രാമപഞ്ചായത്താണ് ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത്. അതുകൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള വെല്ലുവിളികളും നമ്മൾ നേരിടേണ്ടതായിട്ടുണ്ടായിരുന്നു. എങ്കിലും ഈ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കുന്ന നമ്മുടെ ജനങ്ങളുടെയും ഒക്കെ ഒരു സഹകരണത്തോടു കൂടിയാണ് നിരവധിയായിട്ടുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. സുസ്ഥിര വികസന റാങ്കിംഗ് പട്ടികയിൽ എ ഗ്രേഡ് നേടിയ കേരളത്തിലെ 6 പഞ്ചായത്തുകളിലൊന്നാണ് ഒളവണ്ണ. ലൈഫ് മിഷൻ നടത്തിപ്പിൽ ജില്ലയിൽ 1-ാം സ്ഥാനം. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത, സ്ത്രീ സുരക്ഷ, ബാലസുരക്ഷ ഉറപ്പാക്കുന്ന ജാഗ്രതാ സമിതി അവാർഡിൽ സംസ്ഥാനത്ത് 1-ാം സ്ഥാനം. ജൽജീവൻ പദ്ധതിയിലൂടെ ഏറ്റവും കൂടുതൽ ഹൗസ് കണക്ഷൻ നൽകിയ പഞ്ചായത്തും ഒളവണ്ണയാണ്. ശുചിത്വ മിഷൻ പുരസ്കാരങ്ങൾ, സംസ്ഥാനത്തെ മികച്ച അംഗനവാടിക്കുള്ള പുരസ്കാരം, ഇങ്ങനെ നേട്ടങ്ങളുടെ പട്ടികയിലും പഞ്ചായത്ത് ഏറെ മുന്നിൽ തന്നെ. മൊബൈൽ പരിജ്ഞാനമുള്ള കുറച്ച് ആളുകളെ നമ്മൾ സംഘടിപ്പിക്കുകയും അവർ ആർപിമാരായി നിന്നുകൊണ്ട് ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിലെ സ്കൂളുകളിൽ ഒക്കെ തന്നെ ഈ ഒരു ഡിജിറ്റൽ സാക്ഷരതാ യജ്ഞം നമ്മൾ നടത്തി നിരവധി ആളുകൾക്ക്, പ്രത്യേകിച്ച് വയോജനങ്ങൾ 60 വയസ്സിനൊക്കെ മുകളിലുള്ള ആളുകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഫോണിലൊരു ലൈറ്റ് അല്ലെങ്കിൽ ടോർച്ച് ഓൺ ചെയ്യുക അല്ലെങ്കിൽ ഒരു വീഡിയോ കോൾ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. ഈ മികവിന്റെ തിളക്കവുമായാണ് ശാരദി സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുക്കാനായി ഡൽഹിയിലേക്ക് പോകുന്നത്. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. 7000 പേർ ചേർന്ന് ബൈബിൾ പകർത്തി എഴുതി പുതിയ ചരിത്രം കുറിച്ചു. ഓർത്തഡോക്സ് സഭ കോട്ടയം ഭദ്രാസനത്തിന്റെ ശതോത്തര സുവർണ ജൂബിലിയുടെ ഭാഗമായാണ് ബൈബിൾ പകർത്തി എഴുതിയത്. ഭദ്രാസനത്തിന് കീഴിലുള്ള 80 ദേവാലയങ്ങളിലായാണ് ബൈബിൾ പകർത്തി എഴുത്ത് നടന്നത്. ഓർത്തഡോക്സ് സഭ കോട്ടയം ഭദ്രാസന സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിലാണ് 7000 പേർ ചേർന്ന് ബൈബിൾ പകർത്തി എഴുതിയത്. 40 ദിവസത്തെ ആത്മീയ ഒരുക്കത്തിന് ശേഷമായിരുന്നു ആയിരങ്ങൾ പങ്കെടുത്ത ബൈബിൾ പകർത്തിയെഴുത്ത്. പാമ്പാടി പങ്ങട സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ ഡോക്ടർ യുഹാനോൻ മാർ ദിയസ്കോറസ് മെത്രാപ്പോലിത്ത ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം എഴുതി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കുമിടയിൽ ബൈബിളിനോടുള്ള ആഭിമുഖ്യം വളർത്താൻ ലക്ഷ്യമിട്ടാണ് ബൈബിൾ പകർത്തിയെഴുത്ത് നടത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു. 2026 കോട്ടയം മെത്രാസനം രൂപീകൃതമായിട്ട് 150 വർഷം പൂർത്തീകരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി വിവിധ പദ്ധതികൾ മെത്രാസനത്തിൽ രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് വിശ്വാസികൾ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ, യുവാക്കൾ, യുവതികൾ വിശുദ്ധ വേദവചനത്തോടും വേദപുസ്തകത്തോടും സ്ഥിരമായി ബന്ധപ്പെടുക എന്നത്. അതിനുവേണ്ടി വേദപുസ്തക പാരായണ പദ്ധതിയും വേദപുസ്തകം മുഴുവൻ എല്ലാ ദേവാലയങ്ങളിലെയും മക്കൾ ഒരുമിച്ചിരുന്ന് പകർത്തി എഴുതുന്ന ഒരു പദ്ധതിയും രൂപീകരിച്ചു. 80 ദേവാലയങ്ങളിലായി നടന്ന പരിപാടിയിൽ വൈദികർ, സൺഡേ സ്കൂൾ അധ്യാപകർ, വിദ്യാർത്ഥികൾ, മാതാപിതാക്കൾ, ഭരണസമിതി അംഗങ്ങൾ, ആത്മീയ സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കാളികളായി. ഓരോരുത്തർക്കും എഴുതേണ്ട വേദഭാഗങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ച് നൽകിയിരുന്നു. ഒരേതരം പേപ്പറിൽ ഒരേതരം പേന കൊണ്ടാണ് ബൈബിൾ പകർത്തി എഴുതിയത്. പൂർത്തീകരിച്ച വേദപുസ്തകം പാമ്പാടി മാർ കുറിയാക്കോസ് ദയറായിൽ സൂക്ഷിക്കും. അമൃത ന്യൂസ്, കോട്ടയം. ബാലപീഡനങ്ങൾ പെരുകുമ്പോൾ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കരുത്തും കൈത്താങ്ങുമായി തണൽ വിരിച്ചു നിൽക്കുന്ന ഒരു അധ്യാപികയുണ്ട് ആലപ്പുഴയിൽ. കുട്ടികളുടെ സങ്കടങ്ങൾ കേട്ട് പരിഹാരവുമായി ഓടിയെത്തുന്ന അവരുടെ പ്രിയപ്പെട്ട അധ്യാപിക. നല്ല പാഠം പദ്ധതിയുടെ ഭാഗമായി നിയോഗിക്കപ്പെട്ട ഈ കൗൺസിലർ ഇന്ന് ആ നാടിനാകെ പ്രിയങ്കരിയാണ്.
ഇതാണ് ഷെറിൻ കെന്നഡി. വനിതാ ശിശുവികസന വകുപ്പിന്റെ കീഴിൽ വരുന്ന സൈക്കോ സോഷ്യൽ സ്കൂൾ കൗൺസിലിംഗ് പദ്ധതിയുടെ ഭാഗമായി ICDS ചമ്പക്കുളം പ്രോജക്ട് പരിധിയിലുള്ള കൊടുപ്പുന്ന ഗവൺമെന്റ് ഹൈസ്കൂളിലെ സ്കൂൾ കൗൺസിലർ. സ്വദേശം കോട്ടയം ജില്ലയിലെ കറുകച്ചാലാണെങ്കിലും ഇന്ന് കൊടുപ്പുന്ന നിവാസികളുടെ ഹൃദയം കീഴടക്കുകയാണ് ഈ പ്രിയ കൗൺസിലർ. കുട്ടികൾക്കും മാതാപിതാക്കൾക്കും കൗൺസിലിംഗ് നൽകുകയും കുട്ടികളുടെ ഭവനങ്ങൾ സന്ദർശിച്ച് അവരുടെ വിഷയങ്ങൾ കേട്ട് മാനസിക പിന്തുണ നൽകി കരുത്തുള്ളവരാക്കി മാറ്റുക എന്നിവയാണ് പ്രധാന ദൗത്യം. എന്നാൽ പലപ്പോഴും കുട്ടികൾക്ക് പുറമെ പ്രദേശത്തെ രക്ഷിതാക്കളുടെ പ്രശ്നങ്ങളിലും പരിഹാരമാർഗമായി ഷെറിൻ. വീട്ടിലെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമുള്ള അല്ലെങ്കിൽ വീട്ടിലെ അമ്മയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയുള്ള ഒരുപാട് മക്കളുണ്ട്. അവരെയൊക്കെയും വീടുകളിൽ ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച്, അതായത് മനസ്സിലാക്കി പരിഹരിക്കുവാൻ ഈ കൗൺസിലിംഗ് കൊണ്ട് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പല കുട്ടികൾക്കും ഒരുപാട് പ്രശ്നങ്ങളുള്ള, അവർക്ക് പറയാൻ ആരോടും പറയാൻ പറ്റാത്ത പല പ്രശ്നങ്ങളും കൗൺസിലിങ്ങിനുള്ള ഷെറിൻ ടീച്ചറിൻ്റെ ഒക്കെ ഉള്ള ഒരു പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് ഒരുപാട് കുട്ടികളെ പിന്തിരിപ്പിച്ച്, ഒരുപാട് പഠനത്തിലേക്ക് പിന്തിരിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുവാനും ഒക്കെ കൗൺസിലിങ്ങിലൂടെ ഒരുപാട് സാധിച്ചിട്ടുണ്ട്. 30ഓളം കുട്ടികൾക്ക് സ്പോൺസറെ കണ്ടെത്തി സ്കൂൾ കിറ്റ് വിതരണം. വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന സ്പോൺസർഷിപ്പ് പദ്ധതികളിൽ അർഹരായ കുട്ടികളെ കണ്ടെത്തുക. തൻ്റെ സ്കൂളിലെ ഭവനരഹിതയായ കുട്ടിക്ക് സ്പോൺസറെ കണ്ടെത്തി ഭവനം നിർമ്മിച്ച് നൽകിയതിൽ മുഖ്യ പങ്ക് വഹിക്കുക എന്നിങ്ങനെ നീളുകയാണ് ഷെറിൻ എന്ന കൗൺസിലറുടെ എണ്ണമറ്റ പ്രവർത്തനങ്ങൾ. അതിനാൽ തന്നെ നാടിനും സ്കൂളിനും ഏറെ പ്രിയപ്പെട്ട കൗൺസിലറിനെ തേടി 2023-24 വർഷങ്ങളിൽ മികച്ച നല്ല പാഠം പ്രവർത്തനങ്ങൾക്കുള്ള A+ ഗ്രേഡുകളും എത്തി. കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ പെരുകുന്ന വർത്തമാനകാലത്ത് കുരുന്നുകൾക്ക് മാനസിക കരുത്ത് പകർന്ന് പ്രതീക്ഷയുടെ തണൽ വിരിക്കുകയാണ് ഷെറിൻ ടീച്ചറിനെ പോലെയുള്ള എണ്ണമറ്റ കൗൺസിലർമാർ. അമൃത ന്യൂസ്, ആലപ്പുഴ. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ശ്രീ ദിലീപ്, ഇന്നത്തെ വിപണി സാധ്യതകൾ എങ്ങനെയാണ്? ആഴ്ചയിലെ ആദ്യ വ്യാപാര ദിനമാണ് ഇന്ന്. തുടക്കം കഴിഞ്ഞ ആഴ്ചയിലത്തെ ആ നിലവാരത്തിൽ തന്നെ തുടങ്ങാനാണ് സാധ്യതയെങ്കിൽ കൂടിയും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി വിപണിയിൽ തുടരുന്ന വിൽപ്പന സമ്മർദ്ദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം US-ൻ്റെ താരിഫ് പ്രഖ്യാപനം ഉണ്ടാക്കിയിട്ടുള്ള ആഘാതം തന്നെയാണ്. അത് വരും ദിവസങ്ങളിലും വിപണിയെ പ്രതികൂലമായി തന്നെ ബാധിക്കും. ഒപ്പം തന്നെ പ്രവർത്തന ഫലങ്ങൾക്ക് വേണ്ട രീതിയിൽ വിപണിയെ സ്വാധീനിക്കാനാവാത്തതും ഒരു വശത്ത് വിപണിയെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. വരും ദിവസങ്ങളിലും വിപണിയിൽ വിൽപ്പന സമ്മർദ്ദം തുടർന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. 24,500 എന്ന നിലവാരത്തിന് താഴേക്ക് മുൻനിര സൂചികയായി നിഫ്റ്റി നീങ്ങിയതും സാങ്കേതികമായി ദുർബലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വളരെയധികം നന്ദി ശ്രീ കെ ദിലീപ്. ഈ ഓണക്കാലത്ത് മൈജി ഫ്യൂച്ചറും പ്രമുഖ ഇലക്ട്രോണിക് ബ്രാൻഡായ ഷവോമിയും ചേർന്നൊരുക്കുന്ന ഓണം ഓഫർ ഓണവിസ്മയത്തിന് തുടക്കം. കോഴിക്കോട് നടന്ന ചടങ്ങിൽ ചലച്ചിത്ര താരം ഭാവനയാണ് ഓണവിസ്മയം പദ്ധതി അവതരിപ്പിച്ചത്. വൻ ഓഫറുകളാണ് ഇത്തവണയും ഓണം വിസ്മയത്തിലൂടെ ഉപഭോക്താക്കൾക്ക് നൽകുന്നതെന്ന് മൈജിയും ഷവോമിയും വ്യക്തമാക്കി. ഡിസ്കൗണ്ട് കൂടാതെ സ്വർണ്ണ നാണയങ്ങൾ, സ്മാർട്ട് ടിവികൾ, സ്മാർട്ട് ഫോണുകൾ, ടാബ്ലറ്റുകൾ, വാച്ചുകൾ അടക്കം നിരവധി സമ്മാനങ്ങളും നേടാൻ അവസരമുണ്ട്. രാമ രാമ പാഹി മാം. സ്ത്രീകളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുമായ ഒരു ഘട്ടമാണ് ആർത്തവ വിരാമം. ആർത്തവ വിരാമത്തിലൂടെ സ്ത്രീ ശരീരത്തിലെ ഹോർമോൺ കുറയുന്നതോടുകൂടി ധാരാളം ബുദ്ധിമുട്ടുകളാണ് നേരിടേണ്ടി വരിക. ആർത്തവ വിരാമവും കർക്കിടക ചികിത്സയും വിശദീകരിക്കുകയാണ് പ്രശസ്ത ആയുർവേദ ഡോക്ടറും അമൃത സ്കൂൾ ഓഫ് ആയുർവേദ ആൻഡ് ഹോസ്പിറ്റലിലെ പ്രസൂതി തന്ത്ര സ്ത്രീരോഗ വിദഗ്ധ അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ സിനു മിത്ര. ഞാനിന്നിവിടെ പറയാൻ പോകുന്ന വിഷയം ആർത്തവ വിരാമ കാലത്തെ കർക്കിടക ചികിത്സയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ആർത്തവ വിരാമം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു സ്ത്രീ അവരുടെ ജീവിതത്തിൽ യൗവനാവസ്ഥയിൽ നിന്ന് വാർദ്ധക്യത്തിലേക്ക് കടക്കുന്ന ഒരു സമയമാണ് നമ്മൾ ആർത്തവ വിരാമം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അവസ്ഥയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ദോഷം, നമ്മുടെ ബോഡിയിൽ കുറച്ച് ഇംബാലൻസുകൾ ഉണ്ടാവും. ശാരീരികവും മാനസികവുമായിട്ടുള്ള വ്യത്യാസങ്ങൾ നമ്മുടെ ശരീരത്തിൽ പ്രകടമായി തന്നെ കാണുന്നു. ഇതിൽ നിന്ന് അനിവാര്യമായൊരു മാറ്റമാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. പക്ഷേ അതിലേക്കുള്ള യാത്രയുടെ വേഗത ഒന്ന് കുറയ്ക്കാൻ നമുക്ക് എപ്പോഴും കർക്കിടക ചികിത്സ പോലുള്ള ആയുർവേദ ചികിത്സകൾ നമ്മൾ ഒരുപാട് സഹായിക്കുന്നതാണ്. അധികരിക്കുന്ന ദോഷം വാദമാണ്. നമുക്ക് അതിനെ കുറയ്ക്കാൻ ഈ സമയത്ത് നമ്മൾ ഒരു പ്രോപ്പറായിട്ട് ചെയ്യുന്ന ശോധനത്തിന് ഒരുപാട് നമ്മളെ സഹായിക്കാനാവും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കർക്കിടക ചികിത്സയിലേക്ക് വരുന്നത്. ഇനി കർക്കിടക ചികിത്സ പോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് കർക്കിടക കഞ്ഞി എന്ന് പറയുന്നത്.
നമ്മൾ ഒരുപാട് പച്ചമരുന്നുകളും ഔഷധികളും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലിപ്പോൾ ഉപയോഗിക്കുന്ന മറ്റ് സാധനങ്ങളുണ്ടാകും. അതിനകത്ത് ഉലുവയും ജീരകവും ഒക്കെ ചേരുന്നുണ്ട്. ഇതിനകത്തെല്ലാം കെമിക്കൽ കോമ്പോണൻസ് കോൺസ്റ്റിറ്റ്യുവൻസ് പറയുമ്പോൾ ഫൈറ്റോ ഈസ്ട്രജനിക് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. നമുക്കറിയാം മെനോപോസിൽ ഈസ്ട്രജനാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. ആ ഈസ്ട്രജനെ കോമ്പൻസേറ്റ് ചെയ്യാനും നമുക്ക് ഒരു പരിധി വരെ ഈ കർക്കിടക കഞ്ഞിയിലുള്ള ഔഷധങ്ങൾ നമ്മളെ സഹായിക്കുന്നതാണ്. കർക്കിടകത്തിൽ നമുക്ക് സംഭവിക്കുന്ന നമ്മുടെ ഡൈജസ്റ്റീവ്, നമ്മുടെ കോഷ്ടാഗ്നി അഥവാ ഡൈജസ്റ്റീവ് ഫയർ വളരെയധികം കുറയുന്നൊരു സമയമാണ്. അതായത് ഒരുപാട് ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ ഡൈജസ്റ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ലഘുവായിട്ടുള്ളതും അതുപോലെ തന്നെ ചൂടുള്ളതുമായിട്ടുള്ള ഭക്ഷണമാണ്. കർക്കിടക കഞ്ഞി അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനും ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. മാനസികപരമായിട്ടുള്ള മാറ്റങ്ങൾ മെനോപോസിൽ നമുക്കറിയാം എത്തിപ്പെടുന്നൊരു അവസ്ഥയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ വളരെയധികം സ്ട്രെസ്സും അതുപോലെ തന്നെ പ്രായം ഒരു 45 മുതൽ 55 വയസ്സ് എന്ന് പറയുന്നൊരു സമയത്ത് വളരെയധികം റെസ്പോൺസിബിലിറ്റീസ് ഉള്ളൊരു കാലമാണ്. പലപ്പോഴും സ്വന്തം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റാതെ പോകുന്നൊരു സമയമാണ്. ഈ സമയത്താണ് ഈ ഒരു ചികിത്സയുടെ പ്രാധാന്യം അല്ലെങ്കിൽ ആവശ്യം അവർക്കുള്ളത്. അപ്പോൾ എപ്പോഴും ഒരു കർക്കിടക ചികിത്സ ഒരു സപ്പോർട്ടീവ് ഫാക്ടർ തന്നെയാണ് മെനോപോസിലേക്ക് എത്തിപ്പെടുമ്പോൾ. ഒന്നുകിൽ ഇപ്പോൾ നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ് ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നുള്ളത്. ഒരിക്കൽ പെരിമെനോപോസിൽ പിടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മെനോപോസ് അറ്റൈൻ ചെയ്തു, നിങ്ങൾ ആർത്തവിരാമത്തിൽ എത്തിയെങ്കിലും അവിടെയും പല കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് നല്ലൊരു ഉറക്കം കിട്ടാനായാലും നല്ല എന്താ പറയുക വേദനകൾ കുറയ്ക്കാനായാലും ഒക്കെ കർക്കിടക ചികിത്സ ഒരുപാട് സഹായകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. FA കമ്മ്യൂണിറ്റി ഷീൽഡിൽ ലിവർപൂളിനെ പരാജയപ്പെടുത്തി ക്രിസ്റ്റൽ പാലസിന് കിരീടം. വിംബ്ലെയിൽ നടന്ന മത്സരത്തിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-2 ക്രിസ്റ്റലിന്റെ വിജയം. നിശ്ചിത സമയത്ത് 2-2 പിരിഞ്ഞ കളി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങുകയായിരുന്നു. ഇന്ത്യൻ ഓപ്പൺ വേൾഡ് അത്ലറ്റിക്സ് കോണ്ടിനെന്റൽ 2 മീറ്റ് ലോങ് ജമ്പിൽ എം ശ്രീശങ്കറിന് വീണ്ടും സ്വർണം. 8.13 മീറ്റർ ദൂരം ചാടിയാണ് സ്വർണ്ണ നേട്ടം. ഈ സീസണിലെ മികച്ച പ്രകടനമാണ് ശ്രീശങ്കർ കാഴ്ചവെച്ചത്. ഇതോടെ ഗുഡ് മോർണിംഗ് എല്ലാം പൂർണ്ണമാകുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.